ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിലെ CA ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, ഹമീദ് അൻസാരി, വെങ്കയ്യ നായിഡു ആൻഡ് ഓപ്ഷൻ ഡി കൃഷ്ണകാന്ത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പൊ ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ. ഓക്കെ, ഇനി അടുത്തൊരു CA ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. ഓപ്ഷൻ ഡി മധ്യപ്രദേശ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്തത്, സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആയ ദേശീയപാത 1 ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം കേന്ദ്ര ബഡ്ജറ്റിൽ നിന്നാണ്. കേന്ദ്ര ബഡ്ജറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക് ആണ്. അത് പഠിക്കാണ്ട് ഒരു എക്സാമിനും പോകരുത്. പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. രണ്ടാമത്തെ പ്രസ്താവന 16 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 15% നികുതി. ഓപ്ഷൻ 3 ആണ് 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപയുള്ള വരുമാനത്തിന് 5% നികുതി. അപ്പോ ഇതൊരു പ്രസ്താവന ചോദ്യമായിരുന്നു. ഇതിന്റെ ആൻസർ ഏതാണ്? 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. അത് ശരിയായ പ്രസ്താവനയാണ്. ശേഷം 4 മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി, അതും ശരിയാണ്. തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 2 ആണ്. 16 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 15% നികുതി, അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇപ്പൊ ശരിയായ പ്രസ്താവനകൾ? 1ഉം 3ഉം. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇനി നമുക്ക് ബഡ്ജറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോ നേരത്തെ വന്ന നികുതി നിരക്കിന്റെ കണക്കൊന്ന് നോക്കാം. അപ്പൊ 0 മുതൽ 4 ലക്ഷം വരെ നികുതിയില്ല. 4 മുതൽ 8 ലക്ഷം വരെ എത്രയാണ്? 5% നികുതി. 8 മുതൽ 12 വരെ 10%. 12 മുതൽ 16 വരെ 15%. അപ്പൊ നേരത്തെ എങ്ങനെയായിരുന്നു? 16 മുതൽ 20 ലക്ഷം രൂപ വരെ 15% നികുതി എന്നാണ് ഇവിടെ ഒരു പ്രസ്താവന തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ നിന്നും വ്യക്തമാണ് 12 മുതൽ 16 വരെ ലക്ഷത്തിനാണ് 15% നികുതി. ശേഷം 16 മുതൽ 20 ലക്ഷം രൂപ വരെ 20% നികുതി. 20 മുതൽ 24 ലക്ഷം വരെ 25% നികുതി. ദെൻ 24 ലക്ഷത്തിന് മുകളില് 30% നികുതി. അപ്പൊ ഇങ്ങനെയാണ് ടാക്സിന്റെ ഒരു റേറ്റ് പോകുന്നത്. 0 മുതൽ 4 ലക്ഷം രൂപ വരെ നികുതി ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ബഡ്ജറ്റിലെ വരവിന്റെ കാര്യങ്ങൾ നോക്കാം. റുപ്പി കംസ് ഫ്രം ഇൻകം ടാക്സിൽ നിന്ന് 22%, ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് 24%, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി 5%, GST ആൻഡ് അതർ ടാക്സസിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം 18%, കോർപ്പറേഷൻ ടാക്സിൽ നിന്ന് 17%, കസ്റ്റംസിൽ നിന്ന് 4%, നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സിൽ നിന്ന് 1%, നോൺ ടാക്സ് റെസീപ്റ്റ്സിൽ നിന്ന് 9%. ഇത് പഠിക്കേണ്ടതാണ്.
ഓരോന്നിന്റെയും ശതമാനം നോക്കി വെക്കേണ്ടതാണ് ചോദിക്കും. ഇനി ചെലവുകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പെൻഷന്റെ ചെലവ് വരുന്നത് 4%, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് 20%, സെൻട്രൽ സെക്ടർ സ്കീം എക്സ്ക്ലൂഡിംഗ് ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ ഡിഫൻസ് ആൻഡ് സബ്സിഡി 16%, മേജർ സബ്സിഡീസ് 6%, ഡിഫൻസ് 8%, സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് 22%, ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് 8%, സെൻട്രലി സ്പോൺസേർഡ് സ്കീം 8%, അതർ എക്സ്പെൻഡിച്ചർ 8%. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ചെലവ് എന്തിനാണ് വരുന്നത്? പലിശ അടവുകൾ അഥവാ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. അപ്പൊ അതൊന്ന് നോക്കിപ്പോണം. ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് ഏതാ എന്നുള്ളത് നോക്കിയിട്ട് പോണം. അത് എത്രയാണ്? 20%. ഇതിൽ ഏറ്റവും കുറവ് ഉള്ളത് പെൻഷനാണ്, അത് 4%. നേരത്തെ പറഞ്ഞ വരവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരവ് വരുന്നത് ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസിൽ നിന്നാണ്, അത് 24%. അതിനുശേഷമാണ് ഇൻകം ടാക്സ് ആണ് നെക്സ്റ്റ് 22%, പിന്നെ GST ആൻഡ് അതർ ടാക്സസിൽ നിന്ന് 18%, ദെൻ കോർപ്പറേഷൻ ടാക്സിൽ നിന്ന് 17%. ഓക്കെ, അപ്പൊ ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബഡ്ജറ്റിനെ കുറിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക. ഇതൊരു വ്യത്യസ്തത നിറഞ്ഞ ഒരു ചോദ്യമായിരുന്നു. ഓപ്ഷൻ എ 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഓപ്ഷൻ ബി 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. ഓപ്ഷൻ സി 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവന കാലം ആരംഭിച്ചു. 2029 ജനുവരി 26 ഈ സേവന കാലം അവസാനിക്കും. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ജ്ഞാനേഷ് കുമാർ ആണ്. അപ്പൊ ജ്ഞാനേഷ് കുമാർ നമുക്കറിയാം, നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസ്താവന രീതിയിലാണ് ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. 2025 ഫെബ്രുവരി 19 സേവനകാലം ആരംഭിച്ചത്. 2029 ജനുവരി 26 സേവനകാലം അവസാനിക്കും. ഏത് ബാച്ചിലായിരുന്നു? 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇനി അപ്പൊ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. എത്രാമത്തെ ആയിരുന്നു? 26ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അദ്ദേഹം. ഇനി അടുത്ത ചോദ്യം, ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ച്? ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ച്? കൊച്ചി ആണെന്ന് അറിയാം. കൊച്ചിയിലെ കൃത്യമായി സ്ഥലം പറയുകയാണെങ്കിൽ ബോൾഗാട്ടി. ആൻസർ ഏതാണ്? ബോൾഗാട്ടി. ഇനി അടുത്തത് കുറച്ച് പദ്ധതികൾ തന്നിട്ട് അതിലെ തെറ്റായ ജോഡികൾ കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. മിഠായി പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി. വയോമിത്രം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷ. മൂന്നാമത്തെ സ്നേഹസാന്ത്വനം മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചുപോയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. സ്നേഹസാന്ത്വനം മാത്രമാണ് തെറ്റായ പ്രസ്താവന. അപ്പൊ മിഠായി എന്ന് പറയുന്നത് പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതിയാണ്. വയോമിത്രം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷയാണ്. സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത് ഏത് പദ്ധതിയാണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്നേഹസാന്ത്വനം.
പിന്നെ ഇവിടെ തന്നിട്ടുള്ളത് മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചുപോയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം അതാണ് സ്നേഹപൂർവം. ഓക്കെ. ഇനി അടുത്ത ചോദ്യമായിരുന്നു 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്ധ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്ധ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ് സംസ്ഥാനം? ഓപ്ഷൻ സി ജാർഖണ്ഡ് ആണ് ശരിയായ ഉത്തരം. അപ്പൊ നമുക്ക് 2025 വന്ന റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 പുതിയത് വന്നിട്ടുള്ളത്. സക്കരക്കോട്ടെ ബേർഡ് സാങ്ച്വറി, തമിഴ്നാട്ടിലുള്ള സക്കരക്കോട്ടെ ബേർഡ് സാങ്ച്വറി. ദെൻ തീർത്ഥങ്കൽ ബേർഡ് സാങ്ച്വറി, അതും തമിഴ്നാട്ടിലെ തന്നെയാണ്. ദെൻ കെച്ചിയോപ്പള്ളി ലേക്ക്, സിക്കിമിലെ കെച്ചിയോപ്പള്ളി ലേക്ക്. ദെൻ ഉദ്ധ്വ ലേക്ക്, ജാർഖണ്ഡ്. ഇതിൽ നിന്ന് ഏതാണ്? ഉദ്ധ്വ ലേക്ക് ആണ് ഇവിടെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. സക്കരക്കോട്ടെ ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, തീർത്ഥങ്കൽ ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, കെച്ചിയോപ്പള്ളി ലേക്ക് സിക്കിം, ഉദ്ധ്വ ലേക്ക് ജാർഖണ്ഡ്. ഇനി അടുത്ത ചോദ്യം, ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇബ്ക, അതിന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇബ്കയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ് ആസ്ഥാനം? ഡൽഹിയാണ് ആസ്ഥാനം. ഓപ്ഷൻ എ ഡൽഹി. ഇനി അടുത്ത ചോദ്യമാണ്, മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിന്റെ പേര് എന്താണ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആയ ഗഗൻയാൻ. ഇനി അടുത്ത ചോദ്യം MT കുറിച്ചുള്ള ചോദ്യമായിരുന്നു. MT വാസുദേവൻ നായരെ കുറിച്ച് ഉള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. 1992 ദേശീയ പുരസ്കാരം നേടിയ കടവ് എന്ന സിനിമ സംവിധാനം ചെയ്തു. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങൾ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ABD. ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഏതാണ്? MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ A എന്ന പ്രസ്താവന ശരിയാണ്. മാണിക്യക്കല്ല്, അതുപോലെ തന്നെ ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി, ഇതൊക്കെ തന്നെ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ABD, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി അപ്പൊ നമുക്ക് MTയെ കുറിച്ച് ഒന്ന് നോക്കാം. അപ്പൊ MTനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ MTയുടെ ജീവിതരേഖ 1938 അദ്ദേഹം ജനിക്കുന്നത്. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1938 മുതൽ 48 വരെ വിദ്യാഭ്യാസം മലമക്കാവ് എലിമെന്ററി സ്കൂള്, അതുപോലെ തന്നെ കുമരനല്ലൂർ ഹൈസ്കൂള്, 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്. അങ്ങനെ 1954 അധ്യാപകനായിരുന്നു. പട്ടാമ്പി ബോർഡ് ഹൈസ്കൂൾ, ചാവക്കാട് ബോർഡ് ഹൈസ്കൂൾ.
ദെൻ 1957 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സബ് എഡിറ്ററായി. 1968 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരായി. അങ്ങനെ 1981 മാതൃഭൂമിയിൽ നിന്ന് രാജിവെക്കുന്നത്. 1989 പീരിയോഡിക്കൽസ് എഡിറ്ററായി തിരികെ വീണ്ടും മാതൃഭൂമിയിൽ തിരിച്ചെത്തി. ദെൻ 1992 തിരൂർ തുഞ്ചൻ സ്മാരക സമിതി ചെയർമാൻ. നോക്കി വെച്ചോളൂ. അപ്പൊ തിരൂർ തുഞ്ചൻ സ്മാരക സമിതി ചെയർമാനായത് 1992 1995 ജ്ഞാനപീഠം ലഭിക്കുന്നത്. അതുപോലെ തന്നെ 95 തന്നെയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയത്. 1998 ഇന്ത്യൻ പനോരമയുടെ ചെയർമാനായി. 2005 പത്മഭൂഷൺ ലഭിച്ചു. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിക്കുന്നതും 2005 അങ്ങനെ 2020 തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആദ്യ ഇമെരിറ്റിസ് പ്രൊഫസറായി. അത് 2020 അപ്പൊ 92 തിരൂർ തുഞ്ചൻ സ്മാരക സമിതി ചെയർമാൻ, 95 കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായി, 98 ഇന്ത്യൻ പനോരമയുടെ ചെയർമാനായി, 2005 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചു. 2020 തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആദ്യ ഇമെരിറ്റിസ് പ്രൊഫസറായി. ഓക്കെ, ഇനി MTയുടെ തിരക്കഥകളും സംവിധാന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് നിർമാല്യം 1973, ബന്ധനം 1978, ദേവലോകം 1979, വാരിക്കുഴി 1982, മഞ്ഞ് 1983, കടവ് 1991, ഒരു ചെറുപുഞ്ചിരി 2000. അപ്പോ ഈ ചോദ്യം ഇനി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി മനസ്സിലാവും. 92 ദേശീയ പുരസ്കാരം നേടിയ കടവ് എന്ന സിനിമ സംവിധാനം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 92 91. ഓക്കെ, ഇനി തിരക്കഥ എഴുതിയ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആരണ്യകം 1988, ഉത്തരം 1989, ഒരു വടക്കൻ വീരഗാഥ 1989. അപ്പൊ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ഒരു വടക്കൻ വീരഗാഥയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതേ വർഷം തന്നെ 1989. ദെൻ പെരുന്തച്ചൻ 1990, താഴ്വാരം 1990, സതയം 1992, പരിണയം 1994, സുഹൃതം 1994, ദയ 1998, എന്ന് സ്വന്തം ജാനകിക്കുട്ടി 1998, നീലത്താമര 2009, കേരളവർമ്മ പഴശ്ശിരാജ 2009, ഒരു ചെറുപുഞ്ചിരി 2000, ഏഴാമത്തെ വരവ് 2013. ഇനി നിർമ്മാണം ചെയ്ത ചലച്ചിത്രങ്ങളാണ് നിർമാല്യം 1973, കടവ് 1991. ഇനി അതിനു മുമ്പ് നമുക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ കുറച്ച് നോക്കാം. മികച്ച ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് നിർമാല്യം എന്ന സിനിമയ്ക്കാണ് 1973. ശേഷം മികച്ച തിരക്കഥയ്ക്കുള്ളത് 1989 ഒരു വടക്കൻ വീരഗാഥയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു. അതുപോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിരുന്നു. ദെൻ 1991 മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം കടവ് സ്വന്തമാക്കി. ദെൻ 92 സതയോ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. ശേഷം നിർമാല്യമല്ല 94 പരിണയം എന്ന സിനിമയ്ക്ക് വേണ്ടി മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. ഒരു വടക്കൻ വീരഗാഥയ്ക്ക് ലഭിച്ചു. കടവ്, സതയം, പരിണയം. ഓക്കെ, ഇനി
സംസ്ഥാന പുരസ്കാരം നോക്കുകയാണെങ്കിൽ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ, ഈ 3 പുരസ്കാരങ്ങളും ലഭിച്ചു. 1973 നിർമാല്യം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ എന്നീ പുരസ്കാരങ്ങൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു. ഇനി എം ടിയുടെ പുരസ്കാരങ്ങൾ നോക്കാം. എം ടിക്ക് ലഭിച്ച പുരസ്കാരങ്ങള്: ജ്ഞാനപീഠം 1995, പത്മഭൂഷൺ 2005, എഴുത്തച്ഛൻ പുരസ്കാരം 2011, കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1958, 1982, 1986. അപ്പൊ ഇവിടെ നോക്കേണ്ടത് കൃതികളാണ്. 1958 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണ് നാലുകെട്ട്. ശേഷം 1982 കേരള സാഹിത്യ അക്കാദമിയുടെ നാടക പുരസ്കാരം ലഭിച്ചു. കൃതി ഗോപുര നടയിൽ. 1986 കേരള സാഹിത്യ അക്കാദമിയുടെ തന്നെ കഥാവിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചു. കൃതി സ്വർഗം തുറക്കുന്ന സമയം. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് 1979 സോറി 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ഏത് കൃതിയാണ്? കൃതി കാലം. കാലം എന്ന കൃതിക്കാണ് 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ഇനി ഓടക്കുഴൽ അവാർഡ് 1993, മുട്ടത്തുവർക്കി അവാർഡ് 1994, മാതൃഭൂമി സാഹിത്യ അവാർഡ് 2005, വയലാർ അവാർഡ് 1985. അപ്പൊ വയലാർ അവാർഡ് ലഭിച്ച കൃതി രണ്ടാമൂഴമാണ്. ഇപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി കാലം, വയലാർ അവാർഡ് ലഭിച്ച കൃതി രണ്ടാമൂഴം. വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്നത് 2005. അപ്പൊ മാതൃഭൂമി സാഹിത്യ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, പത്മഭൂഷൺ ഇത് മൂന്നും ലഭിക്കുന്നത് 2005. ദെൻ JC ഡാനിയൽ അവാർഡ് 2013 ലഭിച്ചു. കേരള ജ്യോതി പുരസ്കാരം 2022 പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും MTക്ക് ലഭിച്ചു. അവസാനമായിട്ട് ഈ വർഷത്തെ 2025 പത്മ പുരസ്കാരങ്ങളില് പത്മവിഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് MT വാസുദേവൻ നായർക്ക് ലഭിച്ചു. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. രണ്ടാമൂഴം, ഒരു ചെറുപുഞ്ചിരി, നാലുകെട്ട്, സുകൃതം, അസുരവിത്ത്, ഓളവും തീരവും, കാലം, കുട്ടിയെടത്തി, മഞ്ഞ്, കാതികന്റെ പണിപ്പുര, വാരാണസി, ഇരുട്ടിന്റെ ആത്മാവ്, നിന്റെ ഓർമ്മയ്ക്ക്, ആൾക്കൂട്ടത്തിൽ തനിയെ, വിലാപയാത്ര, നഷ്ടപ്പെട്ട ദിനങ്ങൾ. ഏതൊക്കെയാണ്? രണ്ടാമൂഴം, നാലുകെട്ട്, അസുരവിത്ത്, കാലം, മഞ്ഞ്, വാരാണസി, നിന്റെ ഓർമ്മയ്ക്ക്, വിലാപയാത്ര, ഒരു ചെറുപുഞ്ചിരി, സുകൃതം, ഓളവും തീരവും, കുട്ടിയടത്തി, കാതികന്റെ പണിപ്പുര, ഇരുട്ടിന്റെ ആത്മാവ്, ആൾക്കൂട്ടത്തിൽ തനിയെ, നഷ്ടപ്പെട്ട ദിനങ്ങൾ. ഓക്കെ. ഇനി വീണ്ടും കുറച്ച് കൃതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പറയാത്ത കൃതികളൊന്നും വീണ്ടും പറയാം. കളിവീട്, വാനപ്രസ്ഥം, സ്വർഗം തുറക്കുന്ന സമയം, നിന്റെ ഓർമ്മയ്ക്ക്, അസുരവിത്ത് പ്രധാനപ്പെട്ട കൃതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം സ്പോർട്സിൽ നിന്നുള്ളതായിരുന്നു. 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏറ്റവും കൂടിയ റൺസ് നേടിയ റഹ്മാനുള്ള ഗുർബാസ് പാകിസ്ഥാൻ താരമാണ്. ഓപ്ഷൻ ബി, റൺ വേട്ടയിൽ 3-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയാണ്.
ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ജസ്പ്രീത് ബുംറ. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോ എ, ബി, സി തുടങ്ങിയ പ്രസ്താവനകളൊക്കെ തെറ്റാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ആ 2020 ലോകകപ്പിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കാം. അപ്പൊ 2024 2020 ലോകകപ്പ് നടന്നത്. എത്രാമത്തെ എഡീഷൻ ആയിരുന്നു? 9ാമത്തെ എഡീഷൻ ആയിരുന്നു. നയൻത്ത് എഡീഷൻ ആയിരുന്നു 2024 നടന്ന 2020 ലോകകപ്പ്. അപ്പൊ പ്രഥമ 2020 ലോകകപ്പ് നടന്നത് 2007 ഇനി ഇന്ത്യയുടെ രണ്ടാമത്തെ കിരീടമാണ് 2024 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് ലഭിച്ചത്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് പരാജയപ്പെടുത്തി. ഇനി ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ആരായിരുന്നു? മാൻ ഓഫ് ദ മാച്ച് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച്. മാൻ ഓഫ് ദ സീരീസ് ജസ്പ്രീത് ബുംറ. ഇനി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ പ്രസ്താവന. ഏറ്റവും കൂടിയ റൺസ് നേടിയ താരം റഹ്മാനുള്ള ഗുർബാസ്. അത് ശരിയായ പ്രസ്താവനയാണ്. പക്ഷെ അവിടെ എന്താണ് തെറ്റിയത്? പാകിസ്ഥാൻ താരമല്ല, റഹ്മാനുള്ള ഗുർബാസ് അഫ്ഗാനിസ്ഥാൻ താരമാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം റഹ്മാനുള്ള ഗുർബാസ് ആണ്, അഫ്ഗാനിസ്ഥാൻ താരമാണ്. എത്ര റൺസ് എന്ന് നോക്കാം. 281 റൺസ് ആണ് ലഭിച്ചത്. ഇനി രണ്ടാം സ്ഥാനമാണ് രോഹിത് ശർമ്മയ്ക്ക്. അപ്പൊ ഇവിടുത്തെ പ്രസ്താവന എന്തായിരുന്നു? റൺ വേട്ടയിൽ 3ാം സ്ഥാനം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ റൺ വേട്ടയിൽ 2ാം സ്ഥാനമായിരുന്നു രോഹിത് ശർമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഇനി 2024 T20 ലോകകപ്പിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? രോഹിത് ശർമ്മയായിരുന്നു. ഇന്ത്യൻ ടീമിന്റെ കോച്ച് രാഹുൽ ദ്രാവിഡ് ആയിരുന്നു. അപ്പൊ നിലവിൽ ഇന്ത്യൻ ടീമിന്റെ കോച്ച് ആരാണ്? ഇപ്പൊ നിലവിൽ ഗൗതം ഗംഭീർ ആണ്. ഇനി T20 ലോകകപ്പിന്റെ വേദി എവിടെയായിരുന്നു? USA, വെസ്റ്റ് ഇൻഡീസ്. വേദി USA, വെസ്റ്റ് ഇൻഡീസ്. ഇനി അടുത്തൊരു പോയിന്റ് ഉള്ളത്, ഇവിടെ 3ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് റൺ വേട്ടയിൽ ആ 1, 2, 3 സ്ഥാനക്കാരെ ഒന്ന് നോക്കാം. 1ാം സ്ഥാനം റഹ്മാനുള്ള ഗുർബാസ്, 2ാം സ്ഥാനം രോഹിത് ശർമ്മ 257 റൺസ്, 3ാം സ്ഥാനം ട്രാവിസ് ഹെഡ് 255 റൺസ്. ട്രാവിസ് ഹെഡ് ഓസ്ട്രേലിയൻ താരമാണ്. ഇനി എത്ര ടീമാണ് 2020 ലോകകപ്പിൽ ഉണ്ടായിരുന്നത്? 20 ടീമാണ് 2020 ലോകകപ്പിൽ ഉണ്ടായിരുന്നത്. കാരണം ഇവിടെ ഓൾറെഡി എത്ര മത്സരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഇനി വരുന്ന പരീക്ഷകളിൽ അങ്ങനെയും ചോദിക്കാം. അപ്പൊ 20 ടീമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം അല്ല. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ഫസൽ ഹാക്ക് ഫറൂഖി, അഫ്ഗാനിസ്ഥാൻ താരമായ ഫസൽ ഹാക്ക് ഫറൂഖി. അതുപോലെ തന്നെ ആർഷദീപ് സിംഗ്. രണ്ടുപേരും ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ രണ്ടുപേർക്കും ലഭിച്ചു. 17 വിക്കറ്റുകളാണ് ലഭിച്ചത്. എത്ര വിക്കറ്റാണ്? 17. ഇന്ത്യൻ താരമായ ആർഷദീപ് സിംഗ്, അഫ്ഗാനിസ്ഥാൻ താരമായ ഫസൽ ഹാക്ക് ഫറൂഖി. രണ്ടുപേർക്കും 17 വിക്കറ്റുകൾ വീതം ലഭിച്ചു. അപ്പൊ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് രണ്ടുപേരുമാണ്.
ഇനി രണ്ടാം സ്ഥാനത്താണ് ജസ്പ്രീത് ബുംറ ഉള്ളത് കേട്ടോ. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ രണ്ടാമത്തെ താരമാണ് ജസ്പ്രീത് ബുംറ. എത്ര വിക്കറ്റ് നേടി? 15 വിക്കറ്റുകളാണ് നേടിയത്. ഇനി പ്രഥമ T20 ലോകകപ്പ് ജേതാവ് ഇന്ത്യ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് T20 ലോകകപ്പിനെ കുറിച്ച് പറയുന്നത്. ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ, മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. അടുത്തത്, ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. ആട്ടത്തിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷി. മികച്ച പ്രാദേശിക സിനിമ മലയാളം ആയി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് സൗദി വെള്ളയ്ക്ക. സൗദി വെള്ളയ്ക്കയുടെ സംവിധായകൻ ആരാണ്? തരുൺ മൂർത്തിയാണ് സൗദി വെള്ളയ്ക്കയുടെ സംവിധായകൻ. ഇനി ഓപ്ഷൻ ഡി, മികച്ച പിന്നണി ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീയാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനയും ശരിയാണ്. മികച്ച നടനുള്ള പുരസ്കാരം ഋഷഭ് ഷെട്ടി. ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. മികച്ച പ്രാദേശിക സിനിമ മലയാളമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം സൗദി വെള്ളയ്ക്ക. മികച്ച പിന്നണി ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീ. അപ്പൊ ഫിലിം അവാർഡില് കുറച്ച് കാറ്റഗറീസ് ഒന്ന് ഓടിച്ചു നോക്കാം. മികച്ച നടൻ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത് 2 പേരാണ്. നിത്യ മേനോൻ, തിരുച്ചിത്രമ്പലം എന്ന സിനിമയിലെ അഭിനയത്തിന് നിത്യ മേനോൻ പുരസ്കാരം ലഭിച്ചു. അതുപോലെ തന്നെ കച്ച് എക്സ്പ്രസ് എന്ന സിനിമയിലെ അഭിനയത്തിന് മാനസി പരേഖിനും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു. ഇനി മികച്ച സംവിധായകനാണ് സൂരജ് ആർ ബർജാത്തി. മികച്ച സംവിധായകനാണ് സൂരജ് ആർ ബർജാത്തി. മികച്ച തിരക്കഥ ആനന്ദ് ഏകർഷി, ആട്ടം. ദെൻ മികച്ച എഡിറ്റിംഗ് മഹേഷ് ഭുവനേന്ദ്, അതും ആട്ടം എന്ന സിനിമയിലെ എഡിറ്റിങ്ങിനാണ് ലഭിച്ചത്. അപ്പൊ മികച്ച തിരക്കഥയ്ക്കും കിട്ടിയിട്ടുണ്ട്, മികച്ച എഡിറ്റിങ്ങിനും കിട്ടി. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ആട്ടം തന്നെയാണ്. മികച്ച മലയാള ചിത്രം ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, സൗദി വെള്ളയ്ക്ക. ആരാണ് സംവിധായകൻ? തരുൺ മൂർത്തി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 2022 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നതാണ്. ഒളിമ്പിക്സിന്റെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. 1ാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ ആയിരുന്നു. ആതിഥേയരായ ചൈന 3ാം സ്ഥാനമാണ് നേടിയത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. ഡി എന്ന പ്രസ്താവന മാത്രമാണ് തെറ്റ്. അപ്പൊ ബാക്കിയെല്ലാം ശരിയാണ്. അപ്പൊ 2022 വിന്റർ ഒളിമ്പിക്സിന്റെ പ്രധാന വേദി എവിടെയാണ്? ചൈനയിലെ ബീജിംഗ്. എത്ര രാജ്യങ്ങളാണ് കായികമേളയിൽ പങ്കെടുത്തത്? 91 രാജ്യങ്ങളാണ് കായികമേളയിൽ പങ്കെടുത്തത്. 1ാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് CA ആണ്. ക്ലാസ് വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.